you, Jesus. I love you, Jesus. I love you, Jesus. He's my Lord. I love you, Jesus. I love you, Jesus. I love you, Jesus. He's my King. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് സിജോ കുടുംബത്തെയാണ്. സിജോ ശുശ്രൂഷയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന ആശുപത്രിയെ പറ്റിയാണ് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. കുറേ വർഷങ്ങളായിട്ട് സിജോനെ കുടുംബത്തിൽ എൻ്റെ പേര് സിജു സേവ്യർ. എൻ്റെ വൈഫിൻ്റെ പേര് ഷൈജി, ഇലോന ഷൈജി. അമ്മച്ചി ആനി സേവ്യർ. പിന്നെ 2 മക്കളാണ്. മൂത്ത ആള് ആഷ്ന സിജു, രണ്ടാമത്തെ ആള് ആശ്വിൻ സിജു. കൃത്യമായിട്ട് നന്ദി പറയുന്നു. എത്ര നാളായിട്ട് സിജോ ശുശ്രൂഷയിലേക്ക് വന്നിട്ട്? ഞാൻ 2001 മുതലാണ് ശുശ്രൂഷയിലേക്ക് വന്നത്. അതിക്കും പള്ളിയിലും എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരുന്നു. പിന്നെ അതിക്ക് മുമ്പ് 98 ഒരു ധ്യാനം കൂടി, വേണ്ട ആദ്യമായിട്ട് ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ എനിക്ക് വളരെയധികം അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഈശോ സ്പർശിച്ചൊരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ബഹുമാനോട് വിന്യാസത്തിൻ്റെ കൂടെ കറുപ്പിൽ പ്രയറിന് പോയി. ആ പ്രയറിൽ നൈറ്റ് വിജിലിന് പോയതിനു ശേഷം ഈ പ്രാർത്ഥന മാത്രം പോലെ ശുശ്രൂഷ എന്നൊരു വലിയൊരു ആഗ്രഹം എനിക്ക് തോന്നി. അങ്ങനെ ബിജോയുടെ നൈസിനെ കൂട്ടുകാരനായിരുന്നു, ഡോണി ബ്രദറിന്റെ മക്കളായ ബിജോയുടെ നൈസിനെ കൂട്ടുകാരനായിരുന്നു ഞാൻ. അപ്പൊ അങ്ങനെ ഡോണി ബ്രദറിനെ കുറിച്ച് അറിയുവാനും ആ ശുശ്രൂഷയെ കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ആശ്വാസകരമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ ഹോസ്പിറ്റൽ ശുശ്രൂഷയിലേക്ക് ഡോണി ബ്രദറിന്റെ കൂടെ വരുവാൻ ദൈവനെ തിരഞ്ഞെടുത്തൊരു വഴിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ തുടങ്ങിയ ആദ്യ കാലഘട്ടങ്ങളിൽ ആശ്വാസത്തിൽ വന്ന് 1 മണിക്കൂർ ഡിസ്ട്രിക്റ്റിനെ ബ്രദറിന്റെ കൂടെ പിള്ളേരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം ഓരോ ഞായറാഴ്ചകളിൽ ഓരോ രോഗികളെ പോയി കാണും. അവർക്ക് വേണ്ടുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, കുളിപ്പിക്കും. പിന്നെ മുടിവെട്ടാൻ കൂട്ടത്തിൽ സഹായിക്കും. പിന്നെ അതിനുശേഷമാണ് ഞങ്ങൾ പിന്നെ ബ്രദർ തീരുമാനിച്ചത് എല്ലാവർക്കും ഇറച്ചിക്കറി കൂട്ടി ചോറ് കൊടുക്കണമെന്ന് ആഗ്രഹം ബ്രദർ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഡിസ്ട്രിക്റ്റിലെ കൂടെ പല വീടുകളിൽ പോയിട്ട് പൈസ വാങ്ങിച്ചിട്ട് ജോർദാൻ ഉണ്ടായിരുന്ന പല മക്കളുടെ കൂടെ സഹായത്താലാണ് ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ ആശ്വാസമായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടേ ഓരോ കൊടുക്കുന്നത്. വളരെയധികം മനസ്സിന് ശരിക്കും സ്പർശിച്ച ഒരു അനുഭവമാണ്. ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ ലോകത്ത് കിട്ടുന്നതിന് വലിയൊരു സന്തോഷമായിട്ട് നമുക്ക് തോന്നുന്നത്. സ്വന്തമായിട്ട് സ്വസ്ഥമായിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റും, മനസ്സമാധാനം കിട്ടുന്നു ആശ്വസിപ്പിക്കാൻ പോകുന്നത്. 2001 മുതൽ ഞാൻ നമ്മുടെ ജോലിക്കാരും കുടുംബപാഠത്തിന്റെ ഇടയ്ക്ക് പിടിച്ച് ആയിട്ട് ശുശ്രൂഷയിൽ വന്നതിന് ചെയ്യാനായിട്ട് നമ്മളെ ഓരോ രോഗികളെ കാണുമ്പോൾ ഈശോയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെ സ്പർശിക്കുന്നത് ഈശോയെ തന്നെയാണ് സ്പർശിക്കുന്ന വലിയൊരു ചിന്ത. പിന്നെ നമ്മുടെ ഒരു പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോൾ അത് സ്വീകരിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം. പല സമയത്ത് നമുക്കത് വളരെയധികം മനസ്സിനെ സ്ട്രൈക്ക് ചെയ്ത് വളരെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ശുശ്രൂഷ ചെയ്ത് കഴിയുമ്പോൾ അവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഭവനത്തിൽ വരെയാണ് തന്നെ അമ്മച്ചീന്ന് നല്ല സപ്പോർട്ടിങ് ആണ്. എൻ്റെ ജീവിത പങ്കാളിക്കാണെങ്കിൽ ഒരു എതിർപ്പില്ല. എവിടെ പ്രാർത്ഥനയ്ക്ക് പോകണോ, മുടി വെട്ടാൻ പോകണോ, ശരിയാണോ, യാതൊരു എതിർപ്പില്ല. പിള്ളേർ പലപ്പോഴും പറയണം ശുശ്രൂഷയ്ക്ക് പോകാറിലേക്ക് പോകുന്നതൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലെ സപ്പോർട്ടാണ് നമ്മളെ ഇതിലേക്ക് ശക്തമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. സപ്പോർട്ടിങ് ഉണ്ട്. അതാണ് നമ്മുടെ പിന്നെ സിജോ പ്രത്യേകിച്ച് ഇങ്ങനെ ശുശ്രൂഷയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ ഒക്കെ സമയത്തൊക്കെ പ്രത്യേകമായിട്ട് സിജോയ്ക്ക് ഇങ്ങനെ എല്ലാവരും പേടിച്ച് മാറിയിരുന്ന ഈ അവസരത്തിൽ ശുശ്രൂഷ ചെയ്യാനൊക്കെ സാധിച്ചു. എന്തൊക്കെയാണ് ചെയ്യുന്നത്? എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു. ഡോണി ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞിട്ട് സിജോ ഈ ഏരിയയിലൊക്കെ വീടുകളുണ്ടല്ലോ, അപ്പൊ കുറച്ച് പൊതിച്ചോറ് കളക്ട് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഓരോ വീടുകളിൽ ചെന്നുകൊണ്ട് പൊതിച്ചോറാരും സംസാരിക്കുകയും അവരത് നമ്മൾ പറഞ്ഞ് ഈശോ നമ്മളിലൂടെ ഈശോ പ്രവർത്തിക്കായിരുന്നു. സാധാരണ ചിലർക്ക് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ യാതൊന്നും പറയാണ്ട് തന്നെ ചില വീട്ടിൽ 2 പൊതിയൊക്കെ ചോറ് തരുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കളക്ട് ചെയ്തിട്ട് ആശ്വാസത്തിൽ കൊടുക്കുവാനും ബ്രദറിന്റെ കൂടെയൊക്കെ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കാനൊക്കെ വളരെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ തോന്നുന്നത്. നമുക്ക് ദൈവത്തിന്റെ കൃപയും കൊണ്ട് ഭക്ഷണം എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇത് കിട്ടാതിരിക്കുന്ന അനേകം മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപകാരമാകാനായിട്ട് സാധിച്ചു. വലിയൊരു സന്തോഷമാണ് ജീവിതത്തിൽ. പിന്നെ നമ്മൾ ഇത്രയും വർഷമായിട്ട് ശുശ്രൂഷ അതിനൊരു
നമുക്ക് മറക്കാൻ പറ്റാത്തൊരു എന്തെങ്കിലും അനുഭവം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. അപ്പൊ എന്തെങ്കിലും അനുഭവം പറയാൻ പറ്റും? അതിനുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഞായറാഴ്ച ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞാനും ചിഞ്ചനോടെ ഹോസ്പിറ്റലിൽ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പൊ ഒരു ഞായറാഴ്ച മുടിയോട്ടാണ് ശരി ഒരു മോനെന്ന് പറഞ്ഞ് മോനെ ഒന്ന് എന്റെ ബാപ്പയുടെ ഷെയ്വൊന്നും ചെയ്തല്ലോ ചോദിച്ചു. ഞാൻ അതിനിപ്പോ മോനെ ഇവിടെ തിരക്കായിട്ട് ഇവിടെ കിടപ്പ് രോഗിയാണെന്ന് ചെന്ന് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ആദ്യം ചോദിച്ചു മോനെ എത്ര രൂപ വരുമെന്ന് ചോദിച്ചു. എത്ര രൂപയാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ് എത്ര രൂപ കയ്യിലുണ്ടെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ് ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. നമുക്ക് അറിയായിരുന്നു. അപ്പൊ അത് മനസ്സിന് ഭയങ്കരമായിട്ട് എനിക്ക് സ്പർശിച്ചു. ഞാൻ മുടി വെട്ടി കൊടുത്ത് ഷേവ് ചെയ്ത് കൊടുത്ത് പിന്നെ എല്ലാ കഴിയുന്ന സഹായമൊക്കെ ചെയ്തു കൊടുത്തിട്ട് എനിക്ക് അവിടെ പോരാൻ സാധിച്ചത്. അപ്പൊ ജീവിതത്തിൽ അപ്പൊ പറഞ്ഞ് മോനെ പടച്ചോനെ അനുഗ്രഹിക്കുന്ന പറഞ്ഞു. അപ്പൊ നമ്മുടെ എല്ലാ ഇതിലാണെങ്കിലും നമ്മൾക്ക് വേണ്ടി എന്തോരം പേര് പ്രാർത്ഥിക്കാൻ എന്നുള്ളൊരു സന്തോഷം കിട്ടി. അത് ജീവിതത്തിൽ ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു ജീവിതത്തിൽ. കോവിഡിന്റെ സമയത്ത് നമ്മള് എന്തെങ്കിലും മറ്റുള്ളവർക്ക് നമുക്ക് നല്ലൊരു സന്ദേശം പറയാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ നമ്മള് എല്ലാവരും ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് നമ്മുടെ പ്രഷർക്ക് മനസ്സിലാവാനായിട്ട് എന്തെങ്കിലും ഒരു നന്മ പറയാനായിട്ട് സാധിക്കും. നമ്മള് ക്രിസ്ത്യാനികള് ദൈവത്തിന്റെ ഈശോയുടെ ശിഷ്യന്മാരാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ കോവിഡ് കാലത്തിൽ നമ്മള് പറ്റുന്നവരോടെല്ലാം നമുക്ക് നമ്മളാ കഴിയുന്ന സഹായം ചെയ്യുക. ഇങ്ങനെ രോഗിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ മാറി നിൽക്കാതെ അവർക്ക് നമ്മളാ കഴിയുന്ന രീതിയിൽ നമുക്ക് ചെന്ന് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും വഴിയായിട്ട് ആരെങ്കിലും വഴിയായിട്ട് നമ്മൾ അറിഞ്ഞ് ചില കുടുംബങ്ങളിലൊക്കെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളാ കഴിയുന്ന രീതിയിൽ ആരെങ്കിലോടൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പറ്റുന്ന സഹായം ചെയ്ത് കൊടുക്കുക. പിന്നെ മാക്സിമം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് നമുക്ക് ഇന്നത്തെ പ്രത്യേകം ചെയ്യാനുള്ളത്. നമ്മുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക, കൂടുതൽ സമയം തമ്പുരാന്റെ കൂടെ ഇരിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. സിജോന്റെ മകള് ആഷ്ന സിജോ നമുക്ക് വേണ്ടി പാട്ട് പാടും. അപ്പൊ നമ്മൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സിജോയുടെ മകൻ ആശ്വിൻ ഗാനം പാടുകയും വചനം പറയുകയും ചെയ്യുന്നതാണ്. കുഞ്ഞു മനസ്സിൽ മരങ്ങൾ ഉപ്പയെടുക്കാൻ വന്നവനം ഈശോയേ ഈശോയേ ആശ്വാസം നീയല്ലോ. കുഞ്ഞായി വന്ന് വളർന്നവൻ കുഞ്ഞുങ്ങളാവൻ പറഞ്ഞവൻ സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങളായി നീ തരും നീ തരും നീ തരും പൂനിനാഥൻ നീ തരും നീ തരും പൂനിനാഥൻ. അതിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. 31:1 കർത്താവ് ആണ്ടിയുടെ എനിക്കൊന്നിനും കുറയണ്ടാവില്ല. ശിശുക്കൾ എൻ്റെ അടുത്ത് വരും അവിടെ തടയരുത്. താങ്ക് യു.